ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ തടി അല്ലെങ്കിൽ വണ്ണം വർദ്ധിക്കുവാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ആയുർവേദത്തിലൊക്കെ സാധാരണയായിട്ടൊരു ശ്ലോകമുണ്ട്, കാർഷ്യമേവ വരം സ്ഥൗല്യാത്ന്ന്. അതായത് നമ്മൾ തടിച്ചിരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് മെലിഞ്ഞിരിക്കുന്നതാണ് എന്നാണ് അതിനർത്ഥം. അതെല്ലാവർക്കും അറിയാം. നമ്മൾ ഒത്തിരി തടി വെക്കുന്നതിനേക്കാളും കുറച്ച് മെലിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ നമ്മൾ അണ്ടർ വെയ്റ്റ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ തടി കുറയ്ക്കാൻ എത്രമാത്രം ആൾക്കാർ പരിശ്രമിക്കുന്നോ അതേപോലെ തന്നെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് തടി വെക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഗുണപ്രദമായ രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഇന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു അണ്ടർ വെയ്റ്റ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പ്രോബ്ലങ്ങളും ശരീരത്തിലുണ്ടാവും. നമുക്ക് ഡെഫിഷ്യൻസി, വിറ്റാമിൻ പോലുള്ള കാര്യങ്ങളുടെ ഡെഫിഷ്യൻസികൾ ഉണ്ടാകും. നമ്മുടെ ഗ്രോത്തിൽ പ്രോബ്ലം ഉണ്ടാകും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വളർച്ചയിലും പൊക്കത്തിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ കാര്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല അസുഖങ്ങളും ബാധിച്ചാൽ, ക്രോണിക് ആയിട്ടുള്ള പല അസുഖങ്ങളും ബാധിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും ശരീരം മെലിച്ചിൽ വരാറുണ്ട്. അപ്പം അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലാതെ സാധാ ആരോഗ്യവാനായി ഇരിക്കുന്ന ഒരാൾക്ക് വളരെ മെലിഞ്ഞു പോവുകയും കുറച്ചൊരു തടി വണ്ണം അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് വെക്കണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമേ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാവിലത്തെയും വൈകിട്ടത്തെയും ചായ അല്ലെങ്കിൽ കാപ്പിയുടെ ഉപയോഗം സാധാരണ നമ്മൾ കുറച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾ ഒരു ഗ്ലാസ് പാലിൽ ഒരു ഏത്തപ്പഴം അടിച്ച് നമ്മൾ ജ്യൂസാക്കി അല്ലെങ്കിൽ ഷെയ്ക്കാക്കി കുടിക്കുന്ന രീതിയിലേക്ക് വരിക. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് ഭക്ഷണത്തിൽ അധികം ശ്രദ്ധ ചെലുത്താതെ തന്നെ കുറച്ചൊക്കെ തടിയും വണ്ണം വെക്കുന്നതാണ്. രാവിലത്തെയും വൈകിട്ടത്തെയും ചായ അല്ലെങ്കിൽ കാപ്പി പൂർണ്ണമായും ഒഴിവാക്കിയ ശേഷം അതിന് പകരം ഒരു ഏത്തപ്പഴം ഇട്ട് ഒരു ഗ്ലാസ് പാലിൽ അടിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മുട്ടയുടെ ഉപയോഗം. മുട്ട എന്ന് പറയുമ്പോൾ നല്ല പ്രോട്ടീനും ഹെൽത്തി ഫാറ്റും അടങ്ങിയതാണ്. അപ്പോൾ മുട്ടയുടെ ഉപയോഗം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ തടി വെക്കുന്നതാണ്. അതുപോലെ തന്നെ അവല് നെയ്യിൽ വിളയിച്ച് തേങ്ങ ചേർത്ത് കഴിക്കുന്നതും, ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് കുറച്ചൊക്കെ തടി വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണിത്. അതുപോലെ ഏത്തപ്പഴം പുഴുങ്ങി നെയ്യും ഒഴിച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അടുത്തത് വെണ്ണ, ചീസ്, ബട്ടർ ഇതിൻ്റെയൊക്കെ ഉപയോഗം നിങ്ങളുടെ ആഹാരത്തിൽ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ ഗുണപ്രദമാണ്. അടുത്തത് മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും പുഴുങ്ങി അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തടി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇവയെല്ലാം ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ആയുർവേദത്തിൽ ലേഹ്യങ്ങളും മരുന്നുകളും ഒക്കെ ഉണ്ട് തടി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓരോ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രകൃതിയും അവരുടെ രോഗ അല്ലെങ്കിൽ ആരോഗ്യ അവസ്ഥകൾ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ തന്നെ ജനറലായിട്ട് ചെയ്യാൻ പറ്റുന്നത്, പുരുഷന്മാരാണെങ്കിൽ കുറച്ചൊക്കെ മസിൽ ബൾക്ക് അല്ലെങ്കിൽ തടി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് പാലിൽ രാത്രി 1 സ്പൂൺ അമുക്കുരം പൊടി ചൂടാക്കി കഴിക്കാവുന്നതാണ് ആഹാരശേഷം. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി ശതാവരി ഉണക്കി പൊടിച്ച ആ ശതാവരിയുടെ പൊടി, കിഴങ്ങിൻ്റെ പൊടി 1 ടീസ്പൂൺ വീതം നിങ്ങൾക്ക് പാലിൽ ചൂടാക്കി കുടിക്കാവുന്നതാണ്. കുട്ടികളാണെങ്കിൽ നെയ്യ് കൂടുതലായിട്ട് ചോറിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, നെയ്യ്. അതുപോലെ തന്നെ എള്ള് വറുത്ത് പൊടിച്ചത് പാലിൽ കലക്കി 2 നേരം കൊടുക്കുന്നു, ഓരോ ടീസ്പൂൺ വീതം 2 നേരം കൊടുക്കുന്നതും കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ നമുക്കറിയാം ഇതുപോലത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടി വർദ്ധിക്കും. പക്ഷേ അതിൽ പ്രധാനമായിട്ട് നമ്മൾ കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. വാരി വലിച്ച് കഴിക്കുന്ന കാര്യമല്ല വേണ്ടത്. നമ്മൾ 3 നേരമാണ് അല്ലെങ്കിൽ 4 നേരമാണ് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അത് 5 6 നേരമാക്കുക. ഒറ്റയടിക്ക് വയറ് നിറച്ചും ഭക്ഷണം കഴിക്കാതെ ബ്രേക്ക് ചെയ്ത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് സ്മോളർ മീൽസ് ആക്കി കഴിക്കുക, ഒരു 5 6 പ്രാവശ്യമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും നല്ല തടിയുള്ള ആൾക്കാർക്ക് മാത്രം മതി ശരീര വ്യായാമം എന്നുള്ളത്. അങ്ങനെയല്ല. നിങ്ങൾ തടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആഹാരം കഴിക്കുകയോ മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോഡിക്ക് തീർച്ചയായിട്ടും എക്സസൈസസും ആവശ്യമാണ്. നിങ്ങൾ വ്യായാമം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അതുപോലെ മെറ്റാബോളിസം ഒക്കെ ക്വാളിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ദഹനശക്തി കൂടുകയും നിങ്ങൾ കഴിക്കുന്ന ആഹാരം കറക്റ്റായിട്ട് ദഹിക്കുകയും അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും.
അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ കുറച്ച് തടി വർദ്ധിക്കുന്നതാണ്. അപ്പം വ്യായാമം ഒരിക്കലും ഒഴിവാക്കരുത്. ചെറിയ നടത്തമോ അതുപോലെ തന്നെ യോഗയോ അങ്ങനെ ചെറിയ എന്തെങ്കിലും വ്യായാമം ഇതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉറക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് കറക്റ്റ് നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് വളരെ സാവധാനം കഴിക്കാനും ശ്രദ്ധിക്കുക. വാരി വലിച്ച് കഴിക്കാതെ ചവച്ചരച്ചിറക്കുക. വെള്ളവും ധാരാളമായിട്ട് കുടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഞാൻ മേൽപ്പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ വണ്ണം, ഇത് അമിത വണ്ണത്തിലോട്ട് പോകുമെന്നല്ല, എന്നാലും കുറച്ചൊക്കെ വണ്ണം വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്തിട്ടും നിങ്ങൾക്ക് വണ്ണം വർദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു വൈദ്യ നിർദ്ദേശപ്രകാരം ആയുർവേദ മെഡിസിൻസും ലേഹ്യങ്ങളും ഒക്കെ ഉണ്ട്, അവ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്.